മാതാവായ വിനതയെ കൗശലക്കാരായ സർപ്പങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനായി അമൃതുമായി ആകാശത്തിലൂടെ പറക്കുകയായിരുന്നു ഗരുഡൻ. പെട്ടെന്ന് അവന്റെ മുന്നിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. ഗരുഡ, നിന്റെ നിശ്ചയദാർഢ്യത്തിൽ ഞാൻ സന്തുഷ്ടനാണ്. നിനക്ക് തീർച്ചയായും പോകാം. ഞാൻ നിനക്ക് വേണ്ട വരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നു. ഗരുഡൻ വിനയത്തോടെ പറഞ്ഞു, ഭഗവാനെ, എന്റെ മാതാവിനെ മോചിപ്പിക്കാനാണ് ഈ അമൃത്. അവിടുത്തെ അനുഗ്രഹമുണ്ടെങ്കിൽ ഈ ദൗത്യം ഞാൻ പൂർത്തിയാക്കും. മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്തോടെ ഗരുഡൻ യാത്ര തുടർന്നു. ഗരുഡൻ അമൃതുമായി പോകുന്നത് കണ്ട ദേവേന്ദ്രൻ കോപാകുലനായി. അമരത്വം നേടുന്നതിനായി അസുരന്മാർക്ക് അമൃത് ലഭിക്കുന്നത് തടയാൻ ഏതറ്റം വരെയും പോകാൻ ഇന്ദ്രൻ തയ്യാറായിരുന്നു. അവൻ തന്റെ ഏറ്റവും ശക്തമായ ആയുധമായ വജ്രായുധം ഗരുഡന്റെ മേൽ പ്രയോഗിച്ചു. വജ്രായുധം ഗരുഡന്റെ ചിറകിൽ തട്ടിയപ്പോൾ ഗരുഡൻ ഒന്ന് ശാന്തമായി പുഞ്ചിരിച്ചു. എന്നിട്ട് ഇന്ദ്രനോട് പറഞ്ഞു, ഇന്ദ്രദേവ, ഈ വജ്രായുധം നിർമ്മിച്ചത് ദധീചി മഹർഷിയുടെ അസ്ഥി കൊണ്ടാണ്. ആ മഹർഷിയോടുള്ള ബഹുമാനം കാരണം ഞാൻ എന്റെ ചിറകിൽ നിന്ന് ഒരു തൂവൽ ഉപേക്ഷിക്കുകയാണ്. അതിലൂടെ ഈ ആയുധത്തെ ഞാൻ മാനിക്കുന്നു. എന്നാൽ ഈ തൂവൽ വീണാലും നിനക്കെന്നെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല. ഇത്രയും പറഞ്ഞ് ഗരുഡൻ തന്റെ ചിറകിൽ നിന്ന് ഒരു മനോഹരമായ തൂവൽ താഴെയിട്ടു. ആ തൂവലിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ജനങ്ങൾ അന്നു മുതൽ ഗരുഡനെ സുപർണൻ എന്ന് വിളിച്ചു. സുപർണൻ എന്നാൽ മനോഹരമായ ചിറകുകളുള്ളവൻ. ഗരുഡന്റെ അമാനുഷിക ശക്തിയിൽ മതിപ്പ് തോന്നിയ ഇന്ദ്രൻ കോപം ഉപേക്ഷിച്ചു. സൗഹൃദത്തിനായി ഗരുഡനോട് പറഞ്ഞു, ഗരുഡ, നിന്റെ ശക്തി ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ നിന്റെ സൗഹൃദം ആഗ്രഹിക്കുകയാണ്. ആ സമയം ഗരുഡൻ, അല്ലയോ ദേവരാജ, ഒരു മാന്യൻ സ്വയം പ്രശംസിക്കുകയില്ല. എങ്കിലും എന്റെ സുഹൃത്തായി നിങ്ങൾ ചോദിച്ചതുകൊണ്ട് പറയാം, ഈ ഭൂമിയും അതിന്റെ മലകളും വനങ്ങളും സമുദ്രങ്ങളും എല്ലാ ജീവജാലങ്ങളോടും കൂടി എന്റെ ഒരു ചിറകിൽ ഒരു പ്രയാസവും ഇല്ലാതെ എനിക്ക് ഉയർത്താൻ കഴിയും. ഗരുഡന്റെ മറുപടിയിൽ പൂർണ്ണ തൃപ്തനായ ഇന്ദ്രൻ തുടർന്ന് അപേക്ഷിച്ചു, ഗരുഡ, നിനക്ക് അമൃത് ആവശ്യമില്ലെങ്കിൽ അതെനിക്ക് തിരികെ നൽകുക. നീ ഇത് ആർക്കാണോ കൊടുക്കുന്നത് അവർ പിന്നീട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഗരുഡൻ പറഞ്ഞു, ദേവരാജ, ഞാൻ ഈ അമൃത് ആർക്കും നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒരിടത്ത് വെച്ചേക്കാം. നിങ്ങൾ പിന്നീട് എടുത്തുകൊണ്ട് പോകുക. സന്തോഷവാനായ ഇന്ദ്രൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. തുടർന്ന് ഗരുഡൻ സർപ്പങ്ങളുടെ അടുത്തേക്ക് പറന്നെത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ വ്യവസ്ഥ ഞാൻ നിറവേറ്റിയിരിക്കുന്നു. ഇപ്പോൾ എന്റെ മാതാവ് സ്വതന്ത്രയാണ്. എന്നാൽ നിങ്ങൾ തിടുക്കം കൂട്ടരുത്. ഞാൻ ഈ അമൃത് വിശുദ്ധമായ ഒരു പുല്ലിൽ വയ്ക്കാം. നിങ്ങൾ പോയി സ്നാനം ചെയ്ത് ശുദ്ധി വരുത്തിയ ശേഷം വന്ന് ഇത് പാനം ചെയ്തു കൊള്ളുക. അമരത്വം സ്വപ്നം കണ്ട സർപ്പങ്ങൾ ആ വ്യവസ്ഥ സംബന്ധിച്ച് സന്തോഷത്തോടെ ശുദ്ധീകരണ സ്നാനത്തിനായി നദിയിലേക്ക് പോയി. സർപ്പങ്ങൾ പോയ തക്കം നോക്കി ഗരുഡനും ഇന്ദ്രനും തമ്മിലുള്ള ഉടമ്പടി പ്രകാരം ഇന്ദ്രൻ അവിടെ എത്തി അമൃതകുംഭം എടുത്ത് സ്വർഗത്തിലേക്ക് തിരികെ കൊണ്ടുപോയി. വിശുദ്ധ കർമ്മങ്ങൾ പൂർത്തിയാക്കി തിരിച്ചെത്തിയ സർപ്പങ്ങൾ അമൃതകുംഭം കാണാതെ വിഷമത്തിലായി. തങ്ങൾ വിനതയോട് ചെയ്ത ചതി തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാണെന്ന് അവർ മനസ്സിലാക്കി. എങ്കിലും അമൃത് ആ പുല്ലിൽ സ്പർശിച്ചതുകൊണ്ട് അതിന്റെ ഏതെങ്കിലും അംശം പുല്ലിലുണ്ടോ എന്ന പ്രതീക്ഷയിൽ അവർ ആ പുല്ല് പരവശരായി നാക്കി. തുടർന്ന് പുല്ലിന്റെ മൂർച്ചയേറിയ അഗ്രങ്ങൾ തട്ടി അവരുടെ നാവുകൾ രണ്ടായി പിളർന്നു പോയി. അന്നു മുതൽ സർപ്പങ്ങൾക്ക് പിളർന്ന നാക്കുകളായി എന്ന് പറയപ്പെടുന്നു. കൂടാതെ അമൃത് സ്പർശിച്ചതുകൊണ്ട് ആ പുല്ല് വിശുദ്ധമായ ദർഭപുല്ല് എന്ന നാമത്തിൽ അറിയപ്പെട്ടു. അവസാനം മാതാവിനെ മോചിപ്പിച്ച ഗരുഡൻ മഹാവിഷ്ണുവിന്റെ വാഹനമാവുകയും പക്ഷികളുടെ രാജാവാവുകയും ചെയ്തു. തുടർന്ന് തന്റെ മാതാവിനോടൊപ്പം ഗരുഡൻ സന്തോഷത്തോടെ ജീവിച്ചു.